അസ്സലാമലൈക്കും. അപ്പോൾ ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഈദ് വ്ളോഗാണിത്. വ്ളോഗ് എന്ന് പറയാനൊന്നും പറ്റില്ല, കുഞ്ഞ് ഷോർട്ട് വീഡിയോ. ഹായ്, അപ്പോൾ ഞങ്ങൾ ഈദ് കാഞ്ഞ് പോവാൻ കേട്ടോ. ലണ്ടനിൽ വന്നിട്ടുള്ള ആദ്യത്തെ പെരുന്നാളാട്ടോ ഞങ്ങളത്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇങ്ങനെ ഈദ്ഗാഹിന് സെൻട്രൽ ലണ്ടനിൽ പോയി. മുഫ്തി മെഹക്കായിരുന്നു അവിടുത്തെ ഇമാമായിട്ടുള്ളത്. അത് വലിയൊരു എന്താ പറയുക, സത്യം പറഞ്ഞാൽ വീഡിയോസിലൊക്കെ ആളെ കണ്ടിട്ടുണ്ട്, നേരിട്ട് കാണാനും നിസ്കരിക്കാനൊക്കെ പറ്റി. പിന്നെ ഇക്കാക്ക് അവിടെ ഒരു ഈമാൻ TV എന്ന് പറഞ്ഞിട്ട് TV-യിൽ സംസാരിക്കാനൊക്കെ പറ്റിയ വലിയൊരു കാര്യം കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സുമായി ഒക്കെ ചേർന്ന് ഞങ്ങൾ നല്ല വൈബാക്കി വരുന്നുണ്ട്. പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകാൻ വിചാരിച്ചു. അങ്ങനെ DLRലെ ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു. DLR ട്രെയിനിൽ ശരിക്കും പറഞ്ഞാൽ ടെമ്പിൾ റണ്ണിൽ കളിക്കുന്ന പോലെ തോന്നും, കാരണം ഡ്രൈവർ ഇല്ലാത്ത ട്രെയിനാണിത്. അപ്പം അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നാട്ടിലൊരു നൈബർ അടുത്തേക്ക് പോയി. അവിടെ ആണെങ്കിലോ അവിടെ അവർ സദ്യയൊക്കെ ഒരുക്കി അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞാൽ സദ്യയുടെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, പക്ഷെ ഉഷാറ് സദ്യ. ഇവരാണ് ആ ഫാമിലി. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും കഴിച്ച് അങ്ങനെ രാത്രി ആയപ്പോൾ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. അവിടെ ഒരു ഈദ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു നൈറ്റ്. അപ്പോൾ ആ വൈബാണ് ഇത്. ഇതാണ് ഞങ്ങളുടെ ഈദ് വിശേഷങ്ങൾ. അപ്പോൾ ലണ്ടനിലെ ഈദ് ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിരുന്നു, ഉഷാറാക്കി. അപ്പോൾ ശരി ഗൈസ്, അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.